നമസ്തേ, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ നേരിട്ട് അറിയാവുന്നവർ നമ്മളുടെ ഈ ചാനൽ, അതായത് ഞാൻ എൻ്റെ ഭക്തി സംബന്ധമായ കാര്യങ്ങൾ ഇടുന്ന ചാനൽ കൂടാതെ നമുക്കൊരു വേറൊരു ചാനലുണ്ട്. അതിൽ ഇത് സംബന്ധമായ ഒരു കാര്യങ്ങളുമല്ല, അതിൽ നിറയെ സബ്സ്ക്രൈബേഴ്സും ഉള്ള ഒരു ചാനലാണ്. ഒരിക്കൽ പോലും ഞാൻ അതിനകത്ത് എൻ്റെ ഭക്തി സംബന്ധമായ ഒരു കാര്യങ്ങളും പോസ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അതിനുള്ള ഒരിടം അല്ലാതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരാളും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും എൻ്റെ മനസ്സമാധാനത്തിന്, എൻ്റെ ഇഷ്ടത്തിന്, ഞാൻ അനുഭവിക്കുന്ന നന്മകൾ, ഞാൻ അനുഭവിക്കുന്ന ഐശ്വര്യങ്ങൾ, എനിക്ക് കിട്ടിയിട്ടുള്ള ഭാഗ്യങ്ങൾ, എനിക്ക് ഇതിന് യോഗ്യമായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ഈ വീഡിയോ ചെയ്യുന്നത്. ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് നന്മകൾ, ഒരുപാട് ഭാഗ്യങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. വളരെ അഭിമാനത്തോടു കൂടി പറയട്ടെ, ഒരുപാട് ജീവിതത്തിൽ പ്രതിസന്ധികൾ, രോഗങ്ങൾ, അങ്ങനെ പലതിനെയും ഞാൻ ഓവർകം ചെയ്ത് ഇവിടെ വരെ എത്തിയിരിക്കുന്നത് ഒക്കെ എൻ്റെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ ചാനൽ ഞാൻ അതിന് മാത്രമായി, ഞാൻ മറ്റേ ചാനലിൽ ഡെയിലി വീഡിയോസ് ഇടാറില്ല, പക്ഷെ അതിൽ അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഇതിനകത്ത് എനിക്ക് 5-6 പേരേ ഉള്ളൂ, മതി. എനിക്ക് ആ 5-6 പേര് ഇത് കേട്ടാൽ മതി. പക്ഷെ അവർക്കതിന് ഭാഗ്യം ഉണ്ടെങ്കിലാണ് അതവർ കേൾക്കുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. കുറച്ച് കാര്യങ്ങൾ ആയിട്ട് പറയാമെന്ന് കരുതിയിട്ടാണ് ഇപ്പം വന്നിരിക്കുന്നത്. ഒന്ന്, 18-19 തീയതി ഗുരുവായൂർ അമ്പലത്തിൽ ഭഗവാന്റെ മുന്നിൽ നമുക്ക് പറ സമർപ്പിക്കാൻ, അൻപുലി പറയുന്നതാണ് അതിന് പറയുന്നത്. അതിനുള്ള ഒരു ഭാഗ്യമുണ്ട്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി. നറുനെയ്യ്, ഓടക്കുഴൽ, അങ്ങനെ മയിൽപ്പീലി, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു പറയാണ്. ഭഗവാൻ നേരിട്ട് വന്ന് നമ്മൾ ആ പറയിടുന്നിടത്ത് ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരും. അപ്പം നാരായണീയ സത്സംഗത്തിന്റെ ഭാഗമായിട്ടാണ് അത് നടക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ പറഞ്ഞാൽ മതി, അതിനുള്ള സൗകര്യം ഒപ്പിച്ചു തരാം. നിങ്ങൾ എല്ലാവർക്കും അത് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ എല്ലാ മാസവും ഗുരുവായൂർ പോകുന്ന ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തിയാണ്. ചില മാസങ്ങളിൽ മുടങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ എന്ത് വീഴ്ചകൾ വന്നാലും നമ്മൾ പോലും അറിയാതെ അതിൽ നിന്ന് നമ്മളെ നേരെ നടത്തുന്നതൊക്കെ അത്ഭുതത്തിന്റെ വഴികൾ തുറന്നു തരും ഗുരുവായൂരപ്പൻ. ഭക്തി ഒന്നു മാത്രം മതിയെന്നേ, നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ പോലും അറിയാതെ നേരെയാകും. നമ്മളുടെ മനുഷ്യരാണ്, ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ അതൊക്കെ ദൈവം നമ്മളെ പോളിഷ് ചെയ്ത് നമ്മുടെ ആ തെറ്റിന് നമ്മളെ അനുവദിക്കാതെ ഭഗവാൻ അതിങ്ങനെ തട്ടി മാറ്റി നന്മയുടെ വഴിയിലേക്ക് തന്നെ നമ്മളെ നയിക്കുകയുള്ളൂ. മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കലും നമ്മൾ തല താഴ്ത്തിപ്പോവാൻ ഭഗവാൻ അനുവദിക്കില്ല. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യണ്ടേ? നമ്മളെങ്ങനെയാണ് ഭക്തി, അല്ലെ ഭക്തി കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഐശ്വര്യങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്കൊരു സംശയമില്ലേ? ഞങ്ങളെല്ലാ ദൈവത്തെ വിളിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് എന്താ. അപ്പോൾ അതെങ്ങനെ സാധിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് നമ്മളുടെ ഒരു ദിവസത്തിന്റെ തുടക്കം മുതൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. നമ്മൾക്ക് എല്ലാവർക്കും സാമ്പത്തികം പല രീതിയിലാണ്, ഉള്ളവരുണ്ട്, കുറഞ്ഞവരുണ്ട്, ഒക്കെ ഉണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു മാസത്തിൽ വീട്ടിലേക്ക് ഭക്ഷണത്തിന് സാധനങ്ങൾ വാങ്ങിക്കുമല്ലോ, ഒന്നിച്ചാണ് വാങ്ങിക്കുന്നവരെങ്കിൽ, കൂടുതൽ ആൾക്കാർ അങ്ങനെ തന്നെയാണ് വാങ്ങിക്കല്. അപ്പോൾ വാങ്ങിക്കുന്നവരെങ്കിൽ നിങ്ങൾ ആദ്യം ഭഗവാന് വിളക്കിലേക്ക് വിളക്കെണ്ണ, ശകലം നല്ലെണ്ണ, ഒരു നെയ്യ്, തിരി, ചന്ദനത്തിരി, ധൂപം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യം നമ്മുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു പൂജക്കടയിൽ പോയി ഇത് വാങ്ങിക്കാം. ഇതിന് ശേഷം മാത്രമേ നമ്മൾ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ പോയി നമുക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കുക. അവിടുന്ന് നിങ്ങൾ തുടങ്ങിക്കോളൂ. അവിടുന്ന് തുടങ്ങി നിങ്ങളൊരു ദിവസം ഉണ്ടായിക്കഴിഞ്ഞാൽ 3 മണി മുതൽ 5:15 ഇടയ്ക്കുള്ള സമയം നിങ്ങൾ എണീക്കുക. കുളിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുളിച്ചിട്ട് ബ്രഹ്മമുഹൂർത്ത വിളക്ക് 5 മഞ്ചിരാതിൽ 5 തിരിയിട്ട്, ഓരോ തിരിയിട്ടിട്ട് 5 വിളക്ക് കത്തിക്കുക. അതെവിടെയും വെക്കാം. അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ടുണ്ടെങ്കിൽ പൂജാമുറിയിൽ ഒരു വിളക്ക് വെക്കുക. അവിടുന്ന് തുടങ്ങി നിങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ നന്മ. അവിടുന്ന് തുടങ്ങി നിങ്ങൾ നിങ്ങളുടെ നിവൃത്തി പോലെ മതി, പക്ഷേ വൃത്തിയായി വേണം. നിവൃത്തി പോലെ മതി, ഉള്ളത് മതി, പക്ഷെ അത് വൃത്തിയായി. ഞാൻ ഈ പല വീഡിയോസും കാണാറുണ്ട്, വിളക്കിലെ തിരി, കരിഞ്ഞ തിരി, ഈ കത്തിച്ചതിന്റെ തിരി ബാക്കി നാളെ കത്തിക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ. അതൊക്കെ ഒരിക്കലും ശരിയായിട്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ചെയ്യാം എന്ന് പറയുന്നത് എന്ന് എനിക്കറിയില്ല. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമുക്ക് വൃത്തിയില്ലാതെ എന്തെങ്കിലും തന്നാൽ നമ്മൾ സ്വീകരിക്കുമോ? ഒരിക്കലും സ്വീകരിക്കില്ലല്ലോ. അപ്പോൾ അതിലും വൃത്തിയായിട്ട് വേണം ഭഗവാന് കൊടുക്കാൻ. അപ്പം അതിലും നല്ല ഐശ്വര്യമായിട്ട് നമുക്ക് കിട്ടും. ആ തിരി മാറ്റുക, ഒരു പാത്രത്തിലെടുത്ത് മാറ്റി വെക്കുക. നമ്മളൊരു പുതിയ തിരി ഇടുക. 10 രൂപ കൊടുത്താൽ എന്തോരം തിരികൾ കിട്ടും. അതിന് നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിൽ ഭഗവാൻ നമ്മളെ എത്തിക്കില്ലെന്നേ. ഭഗവാൻ നമുക്ക് തന്നോളും. നിങ്ങൾ 1 കൊടുത്താൽ 1 കോടി തിരിച്ചു തരും. അതാണ് ഭഗവാൻ.
നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അപ്പോൾ ആ വിളക്കൊന്ന് കത്തിച്ചിട്ട് രാവിലെ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ കാര്യങ്ങൾ തുടങ്ങി വൈകുന്നേരമായ ദേഹം ഒന്ന് കഴുകിയിട്ട് വൈകുന്നേരത്തെ വിളക്ക് കത്തിക്കുക, നാമജപിക്കുക. പറ്റുന്നത്രയും നാമജപം അത്യാവശ്യമാണ്. നമ്മുടെ മക്കൾ ഇത് കണ്ട് വേണം വളരാൻ. ഇങ്ങനെ നിങ്ങളൊരു 10 ദിവസം ഏത് മതത്തിലുള്ളവരായിക്കോട്ടെ അവരവൻ്റെ മതത്തിൽ ചെയ്യാം. നിങ്ങൾ ഈ 10 ദിവസം ഇത് ചെയ്യും. 11ാമത്തെ ദിവസം നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് നന്മ വന്നിട്ടില്ലെങ്കിൽ ഐശ്വര്യയെ നിങ്ങൾ പറഞ്ഞ കേട്ട് ചെയ്തിട്ട് നന്മ വന്നിട്ടില്ല എന്ന് പറഞ്ഞോളൂ. ഞാൻ എന്താ ചൈന പരിഹാരം കാണാം. നിങ്ങൾ ധൈര്യമായിട്ട് 10 ദിവസം ഇത് ഫോളോ ചെയ്യും. 11ാമത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റം എത്ര വലുതാണെന്ന്. നമുക്ക് കഷ്ടതകളൊക്കെ വരുന്നേ, അത് കഷ്ടതകളില്ലാത്ത മനുഷ്യരില്ല. പക്ഷെ അതിനെയൊക്കെ നമ്മൾ പോലും അറിയാതെ നമുക്ക് ഈസി ആയിട്ട് മറികടക്കാൻ പറ്റും. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് തോന്നും ഭഗവാനെ എനിക്കിങ്ങനെ, അപ്പോൾ നിങ്ങൾക്ക് തോന്നും ദൈവം എനിക്കിങ്ങനെയൊക്കെ വന്നല്ലോ, ഞാൻ ഇത്രയൊക്കെ ദൈവത്തെ വിളിച്ചിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ, കുറച്ച് നാളിന് ശേഷം നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും അതങ്ങനെ ഉണ്ടായത് നമ്മുടെ ജീവിതത്തിൽ അതായിരുന്നു നല്ലത്. അതുണ്ടായതുകൊണ്ട് നമുക്കിപ്പുറത്തുണ്ടായ നന്മകളും പല ആപത്തുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ പല അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കണം. പക്ഷെ ആ സങ്കടം ഉണ്ടായപ്പോൾ നമ്മൾ ഭഗവാനെ പഴിച്ചു കാണും. ഇത് ദൈവഭക്തിയുള്ളവരുടെ കാര്യമല്ല, അത് ദൈവത്തെ വിശ്വാസമില്ലാത്തവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അല്ലാതെ ഉള്ളവർക്കാണ്. രണ്ടാമത്, നിങ്ങൾ ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പം നിങ്ങൾക്കൊന്നും പറയാൻ പറ്റാതെ നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ടോ? ഉറപ്പാണ് ഏത് ദേവനെ അല്ലെ ദേവിയാണോ നിങ്ങൾ കാണാൻ പോയിരിക്കുന്നത് ആ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. നിങ്ങളും ആ ദൈവവും ദേവി അല്ലെ ദേവനും തമ്മിലുള്ള ഒരു മാനസിക അടുപ്പമാണ് ആ കണ്ണുനീര് അവിടെ വരുന്നത്. എല്ലാ മനുഷ്യർക്കും അങ്ങനെ വരില്ല. എല്ലാ കോവിലിലും നമുക്ക് പോകുമ്പോഴും വരില്ല. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണിൽ നിന്ന് ഈ കണ്ണുനീര് വരുന്നത്. നിങ്ങൾ ഉറപ്പിച്ചോ, ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അതിന് യാതൊരു മാറ്റവും ഇല്ല. അപ്പോൾ ഭക്തി എന്നിലുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ വീഡിയോയ്ക്ക് ലെങ്ത് ചിലപ്പം കൂടിപ്പോവും. അതുകൊണ്ട് ഞാൻ ഓരോ ദിവസമായിട്ട് ഇടാം. കുഞ്ഞു കിട്ടുന്ന സമയത്താണെങ്കിൽ കുഞ്ഞു വീഡിയോ കേൾക്കാൻ ആരുമില്ല, അധികം ആൾക്കാരൊന്നുമില്ല. പക്ഷേ കേൾക്കുന്നവർക്ക് അതൊരു നന്മയായിരിക്കും. ഇതിലൊരുപാട് ദൈവീകതയുണ്ട്, ഇതിലൊരുപാട് സത്യമുണ്ട്, ഈ വാക്കുകളിൽ ദൈവമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും നാമജപം കൊണ്ട്. ഞാൻ ഒരിക്കലും പ്രിപ്പയർഡ് ആയിട്ടല്ല ഈ വീഡിയോ ചെയ്തത് കേട്ടോ. എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പറയുന്നത്. ഞാൻ അതൊക്കെ എങ്ങനെ നേടി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ജീവിതത്തിൽ ഒരു ബിഗ് സീറോയിൽ എത്തേണ്ടതാണ് ഞാൻ. എനിക്ക് തമ്പുരാൻ തന്നതിന് നന്ദി കോടി നന്ദി. ഇതെല്ലാം പ്രാർത്ഥനയിലൂടെയാണ്, എഴുതി വെച്ചിട്ടുള്ള പ്രാർത്ഥന. ഒരിക്കലും നടക്കാത്ത കാര്യം എഴുതി വെച്ച് പ്രാർത്ഥിച്ച് നേടിയിട്ടുണ്ട്. നേടും, ഉറപ്പാണ്. നിങ്ങളുടെ ആവശ്യം എന്താ? 5 ലക്ഷം രൂപയാണോ, 10 ലക്ഷം രൂപയാണോ, 1 കോടി രൂപയാണോ, അല്ലെങ്കിൽ മകളുടെ കല്യാണമാണോ, മകൻ്റെ കല്യാണമാണോ, രോഗമാണോ, എഴുതി വെച്ച് പ്രാർത്ഥിച്ചു. നമ്മൾ ഒരിക്കലും നമ്മുടെ കുടുംബജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ മാറ്റിവെച്ചിട്ടാവരുത്. ഭർത്താവിനെ നന്നായി നോക്കി അയാളുടെ നല്ലൊരു ഭാര്യയായി ജീവിച്ച് മക്കളുടെ നല്ലൊരു അമ്മയായി ജീവിച്ചുകൊണ്ട് വേണം ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ അന്നേരമാണ് നമുക്ക് കൂടുതൽ ഫലങ്ങൾ ഉണ്ടാവുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഭാര്യ, അമ്മ എന്നുള്ള സ്ഥാനം പൂർണ്ണമായും കാര്യങ്ങൾ, അവരുടെ ഭക്ഷണം, അവരുടെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ഭഗവാന് വേണ്ടി മാറ്റിവെക്കുക. പക്ഷെ മാറ്റിവെക്കുന്നത് വൃത്തിയോടുകൂടിയും ശുദ്ധിയോടുകൂടിയും നല്ല മനസ്സോടുകൂടിയായിരിക്കണം. തുടർന്ന് ഞാൻ അടുത്ത വീഡിയോയിലെല്ലാം വിശദമായിട്ട് പറയാം കേട്ടോ. ഇപ്പോൾ ഒത്തിരി നീണ്ടു പോകുന്നില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ.